കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് പോളിംഗ് ബൂത്തിലെത്തിയ ചാണ്ടി ഉമ്മൻ തന്റെ വസ്ത്രധാരണത്തെ ഒരു ശക്തമായ പ്രതിഷേധമായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശേഷിപ്പിച്ചത്. കറുപ്പ് നിറം കാണുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെന്നും എന്നാൽ അത് ഇവിടുത്തെ പ്രതിഷേധത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തന്റെ പിതാവായ ഉമ്മൻചാണ്ടിയെ 9 വർഷക്കാലം ഈ സർക്കാർ ക്രൂരമായി വേട്ടയാടിയതിന് എതിരെയുള്ള അമർഷമാണ് അദ്ദേഹം പ്രധാനമായും പങ്കുവെക്കുന്നത്. കേവലം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതും തുടർന്ന് CBI അന്വേഷണത്തിലൂടെ പീഡിപ്പിച്ചതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിക്ക് നേരെയുണ്ടായ ഈ വേട്ടയാടൽ ഇപ്പോഴും വലിയൊരു മുറിവായി അവശേഷിക്കുന്നുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തിപരമായ വേട്ടയാടലിനു പുറമെ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതും ഫണ്ട് അനുവദിക്കാത്തതും വലിയ അനീതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണിതീരാത്ത സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടതിനെ പോലും മരണശേഷവും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ പണി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും പാലങ്ങളും ഇപ്പോഴും തൂണുകൾ മാത്രമായി നിൽക്കുകയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. സോളാർ കേസിൽ തന്റെ പിതാവിനെ വേട്ടയാടിയതിനെ കുറിച്ചുള്ള CBI റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഭരണകൂടം തയ്യാറാകാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുമുണ്ട്. കൂടാതെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിന്റെ മനസ്സിലുണ്ട്. ഭരണകൂടത്തിന്റെ ഈ അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കുമെതിരെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിവരണം അവസാനിപ്പിച്ചത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ വേദനയും ഒരു ജനതയുടെ പ്രതിഷേധവും ഈ സംസാരത്തിലുടനീളം നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതികരണ വീഡിയോ വിശദമായി നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നപ്പോഴും ഇവരും വേട്ടയാടിയത് മാത്രമല്ല വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. ഒരു സംശയം വേണ്ട, അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിൽ ഉൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് നോക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂണിൽ നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എന്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എന്റെ പിതാവിന്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അത് പണിതീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിന്റെ പേരിടണോ? അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മരണശേഷവും ഞങ്ങള് വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാട് ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിന്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. നിങ്ങൾ ക്യാമ്പയിനിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടി സാറിനെ ഈ രീതിയിൽ ഈ വേട്ടയാടി എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പിതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ചയായോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തു. അദ്ദേഹത്തിനെതിരെ CBI എൻക്വയറി നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു കുടുംബത്തിന്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് റേപ്പ് കേസിന്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ?
അതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും ഇന്ന് കേരളം രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്വർണ്ണക്കൊള്ളയും അതിന്റെ വളരെ വലിയ ഇഷ്യൂ ആണ്. ഒരു സർക്കാരിന്റെ കാലത്ത് നടക്കാത്ത വിധം ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും കൂട്ടി നിന്നൊരു സർക്കാരിനെതിരെയുള്ള കൂടി പ്രതിഷേധമാണ്.